ഇന്നൊരു മട്ടൺ സ്റ്റൂ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായി കഴുകി വൃത്തിയാക്കിയ മട്ടൺ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, നൈസായി കട്ട് ചെയ്തതാണ്. ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും. മട്ടൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 6 വിസിൽ വേണ്ടി വന്നു. ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സ്റ്റൗ മീഡിയത്തിൽ തന്നെ വെച്ച് ഉള്ളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ സ്പൈസസ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. മട്ടൻ വേവിക്കുമ്പോഴും ഉള്ളി വഴറ്റിയെടുക്കുമ്പോഴൊക്കെ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കി മാത്രം ചേർത്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. പിന്നെ ഇത് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് എരിവ് നോക്കി ആവശ്യമാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ സിമ്മിൽ വെച്ച് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് 1-ാം പാലാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒന്നുകൂടെ ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളച്ചാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോവും. നല്ലപോലെ ചൂടായി കിട്ടിയാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അവസാനം ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചത്. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.